വഖഫ് ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും, സഭയിൽ വയ്ക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ കാര്യോപദേശക സമിതിയൊക്കെ ചേർന്നിരുന്നല്ലോ. അപ്പോൾ നാളെ വഖഫ് ബില്ല് പാർലമെന്റിലേക്ക് എത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സമീപനം ആ വിഷയത്തിൽ എങ്ങനെയായിരിക്കും? ശക്തമായ പ്രതിഷേധം ഉയരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നില്ലേ? മനു, എന്തായാലും വഖഫ് ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ വരാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ബിൽ ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഈ കാര്യോപദേശക യോഗത്തിന് ശേഷമാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ബിൽ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കോൺഗ്രസിൽ വളരെ വലിയ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടന അടക്കമില്ലാതിനെയും ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഏത് നിലപാട് സ്വീകരിക്കുമെന്നല്ലാതിനെയും കോൺഗ്രസിൽ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാട് ലോക്സഭയിലും രാജ്യസഭയിലും സ്വീകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് തീരുമാനമെടുത്തേക്കും. എന്തായാലും ഇടതുപക്ഷമടക്കം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് നേരത്തെ തന്നെ നിലപാട് സ്വീകരിക്കുകയും അതുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസ് ഇതൊന്നും പിന്നോക്കം പോയാൽ തന്നെയും മുസ്ലിം വിഭാഗത്തിന് എതിരായ ഈ ബില്ലിന്മേൽ പിന്നോക്കം പോയാൽ അതും വലിയ തിരിച്ചടിയാകുമെന്ന ആശയക്കുഴപ്പം കോൺഗ്രസ് നിലനിൽക്കുന്നു. എന്തായാലും വഖഫ് ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ വയ്ക്കുമെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. അത് കൃത്യമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഇനി 3 ദിവസം മാത്രമാണ് ഇനി ബജറ്റ് സമ്മേളനം അവസാനിക്കാനിരിക്കെ ഈ ഒരു ബില്ല് കൊണ്ടുവന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവന്ന് പാസ്സാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നാളെ ലോക്സഭയിൽ 6 മണിക്കൂറോളം ചർച്ച ചെയ്യാമെന്നൊരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏകപക്ഷീയമായി ഭരണപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ മാത്രമാണ് ഈ ഒരു വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ളത്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ ഒരു റിപ്പോർട്ട് പോലും ഏകപക്ഷീയമായിരുന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു വലിയ സമൂഹത്തെ മുഴുവൻ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ ആശങ്കകളെ കണക്കിലെടുക്കാതെയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ഗൗരവതരമായ ആക്ഷേപമാണ് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ KCBC അതിന് പിന്തുണ നൽകുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് കൂടി വരികയാണ്. അവിടെ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം വരുന്നു. എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഒരു വ്യക്തതയില്ലായ്മയുണ്ട്. രാഹുൽ ഗാന്ധി എംപിമാരുടെ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അവരുടെ നിലപാടെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. ഏതായാലും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. വിവരങ്ങളാണ് സിബി നൽകിയത്.